നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഒരിടത്തേക്ക് പോകാൻ ലേറ്റ് ആയിട്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് ഓടിപ്പണിഞ്ഞെത്തിയപ്പോൾ ബസ്സും കിട്ടാനില്ല. വേറൊരു വഴി കാണാത്തതുകൊണ്ട് വരുന്ന വഴിക്കൊക്കെ തലങ്ങും വിലങ്ങും കൈ കാണിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണ്. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ഒരു വണ്ടിയും നിർത്തുന്നില്ല. അത് പിന്നെ എങ്ങനെയാണല്ലോ, ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു വണ്ടിയും കാണില്ല. ആവശ്യമില്ലെങ്കിലോ വണ്ടി മുമ്പ് വന്ന് നിർത്തി ഇങ്ങോട്ട് ചോദിക്കും ലിഫ്റ്റ് വേണോന്ന്. എന്തായാലും ഇങ്ങനെ കൈ കാട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വണ്ടി സ്ലോ മോഷനിൽ ഇങ്ങനെ മുടന്തി വരുന്നത് കണ്ടത്. അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ഇരിക്കുവാണ്. പുള്ളി ഇനി ആ വണ്ടിയിൽ കൂടി കയറി കൂടുതൽ ലേറ്റ് ആവേണ്ടെന്ന് വെച്ച് നിങ്ങൾ കൈ വലിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ കഷ്ടകാലത്തിന് ആ വണ്ടി തന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നു. മനസ്സിൻ്റെ മനസ്സോടെ ആ വണ്ടി കയറുന്നു. വണ്ടി പതിയെ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ സൈഡിലൂടെ നടക്കുന്നവർ വരെ വണ്ടിയേക്കാൾ വേഗത്തിലാണ് പോകുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഇങ്ങോട്ട് സംസാരിക്കാമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ അയാൾ വളരെ സ്ലോയിലാണ് വണ്ടി ഓടിക്കുന്നത്. ഇനി അയാൾ പറയുന്നത് കൂടി കേൾക്കണമെന്ന്. അയാൾ നിങ്ങളെ ഒരു കടയിൽ കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങി തന്ന് അയാളുടെ ലൈഫ് ഇഷ്യൂസ് പറയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ജോസഫേട്ടന് ഉണ്ടായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം. നിങ്ങളുടെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ കല്യാണമാണ്. കല്യാണം നിങ്ങളുടെ ജില്ലയിലല്ല, വേറൊരു ജില്ലയിലാണ്. കൂട്ടുകാരുടെ കൂടെ നല്ല ജോളിയായിട്ട് കാറിലൊക്കെ പോകുന്ന പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ നാറികൾ അവസാനം വെച്ച് പണി പറ്റിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് ബസ്സിൽ കയറി പോകാൻ തീരുമാനിക്കുകയാണ്. രാത്രിയാണ് പോകുന്നത്. നാളെ കാലത്തേ അവിടെ എത്തുള്ളൂ. വേറെ ജില്ലയിലാണല്ലോ. ബസ് കയറിയപ്പോൾ ആണെങ്കിൽ ഒരു സീറ്റ് പോലും കാലിയില്ല. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ നിൽക്കാൻ തീരുമാനിക്കുകയാണ് സീറ്റ് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോഴാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, ഈ അടുത്തൊന്നും സീറ്റ് പ്രതീക്ഷിക്കേണ്ട, അടുത്തൊരു 19 കിലോമീറ്ററോളം ഈ തിരക്കിങ്ങനെ ഉണ്ടാവും. നിങ്ങളെന്ത് ചെയ്യും? ഒരു കല്യാണം കൂടാൻ വേണ്ടി ഇത്ര സാക്രിഫൈസ് എടുക്കണമെന്ന് വിചാരിച്ച് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോരും, ആ യാത്ര കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ജോസഫേട്ടൻ അതൊക്കെ സഹിച്ച് ആ യാത്ര കണ്ടിന്യൂ ചെയ്യും. ജോസഫേട്ടൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇങ്ങനെ കിടിയൻ സ്റ്റോറീസാണ് ബറീഡ് കോഴ്സ് എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിലുള്ളത്. ഒരൊറ്റ വാക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനുള്ളൂ, അടിപൊളി. ബുക്ക് ഒരു ഇമോഷൻ്റെ റോളർ കോസ്റ്ററായിട്ട് തന്നെയായിരുന്നു. ഓരോ ചാപ്റ്ററും ഓരോരോ ഇമോഷൻസാണ് തരുന്നത്. 4 സെക്ഷൻസ് ആയിട്ടാണ് ബുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റേക്സ്, റിമംബ്രൻസ്, ലവ്, ഹോപ്പ്, ഇത് 4 ആ സെക്ഷൻസ്. എല്ലാം ജോസഫേട്ടൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്നുമല്ല, വേറെ ആളുകളുടെയും കഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതെന്ന് ഇത് വായിക്കുമ്പോൾ തോന്നിപ്പോകും. ഇങ്ങനത്തെ മെമ്മറി പവർ സമ്മതിക്കാം. കാരണം 4ാം ക്ലാസ്സിൽ നടന്ന സംഭവമൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ രാത്രി അയച്ചു എന്താണെന്ന് പോലും ഓർമ്മയില്ല. ജോസഫേട്ടനെ ആണെങ്കിൽ കൺഫെഷണൽ റൈറ്റർ എന്നോ നൊസ്റ്റാൾജിക് റൈറ്റർ എന്നൊക്കെ വിളിക്കാം. കാരണം ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ എഴുതി വെക്കാൻ കാണിക്കുന്ന ധൈര്യം സമ്മതിക്കുക തന്നെ വേണം. ഇത് ജോസഫേട്ടനിൽ നിന്ന് ഞാൻ വായിക്കുന്ന 2ാമത്തെ പുസ്തകമാണ്. ആദ്യം വായിച്ചത് ദൈവത്തിൻ്റെ ചാരന്മാരാണ്. അത് വായിച്ചപ്പോൾ ജോസഫേട്ടനിൽ നിന്നും ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചതാണ് ബറീഡ് തോട്ട്സ്. ദൈവത്തിൻ്റെ ചാരന്മാർ വായിച്ച് ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ബറീഡ് തോട്ട്സും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആദ്യ പുസ്തകം ജോസഫേട്ടൻ ഇംഗ്ലീഷിൽ എഴുതിയതെന്ന് അറിയില്ല. ജോസഫേട്ടനെ എന്തെങ്കിലും കാണാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതൊക്കെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ആദ്യ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയത്? രണ്ടാമത്തെ പുസ്തകം എന്തുകൊണ്ടാണ് മലയാളത്തിൽ എഴുതാൻ തീരുമാനിച്ചത്? അതുപോലെ ഇതുവരെ ആയിട്ട് എന്തുകൊണ്ടാണ് ബറീഡ് തോട്ട്സിൻ്റെ മലയാളം എഡിഷൻ ഇറങ്ങാത്തത്? ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളതും പ്രിഫർ ചെയ്യുന്നതും എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതും ഇംഗ്ലീഷ് ബുക്സ് തന്നെയാണ്. എങ്കിലും ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചോദിക്കും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ. ഇതിലൊരു ഫേവറേറ്റ് ചാപ്റ്റർ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇതിലൊരു ചാപ്റ്ററുണ്ട് അമ്മയെ ഉപേക്ഷിക്കുന്നതൊക്കെ. അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടി എന്ന് പറഞ്ഞൊരു കവിതയാണ്. 10 പഠിക്കാനുണ്ടായിരുന്നതാണ്. ഒരു ഷോർട്ട് ബ്യൂട്ടിഫുൾ പോയതാണ്. പറ്റുമെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കണം. ഈ ചാപ്റ്ററിനും ആ കവിതയ്ക്കൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം ഒരേ തീമാണ്. ജോസഫേട്ടന് 4 ഇയേഴ്സ് എടുത്തു ഈ പുസ്തകം എഴുതിയെടുക്കാൻ. അത് കാണാനും ഉണ്ട്. നിങ്ങൾ ഇതിൽ വായിക്കാനെടുക്കുന്ന ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നിങ്ങൾക്ക് എന്തായാലും മുതലാകും. റീഡിങ് ക്വാളിറ്റിയുള്ള ബുക്കായിട്ടാണ് എനിക്ക് ബറീഡ് തോട്ട്സ് തോന്നിയിട്ടുള്ളത്. ജോസഫേട്ടൻ്റെ എൻ്റർപ്രൈസർ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അരുൺ എന്നാണ് പേര്. ചേട്ടൻ കൊടുക്കുന്ന കെയറിങ്, ഫ്രീഡം, ഇതിനൊക്കെ ഉപരി അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ജോസഫേട്ടന് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ ആദ്യം ചേട്ടനെയാണ് വിളിക്കുക. സെമിനാരിയിലൊക്കെ പോയിട്ടുള്ള ആളാണ് ജോസഫേട്ടന് സെമിനാരിൽ നിന്ന് പോരണമെന്ന് തോന്നിയപ്പോൾ ചേട്ടനോടാണ് പറഞ്ഞത്. യാതൊരു ചോദ്യം പറച്ചിലേ ഇല്ലാണ്ട് കൂടെ നിന്നത് ജോസഫേട്ടൻ്റെ ചേട്ടനാണ്. ഇങ്ങനെ ഒരു ബ്രദറിന് ആരും ആഗ്രഹിച്ചു പോകും. ഞാൻ ഈ ബുക്ക് വാങ്ങിയത് 300 രൂപക്കാണ്. ദൈവത്തിൻ്റെ ചാരന്മാർക്ക് 230 രൂപയുള്ളൂ. പേജ് ലെങ്ത് ഡിഫറൻസും ഉണ്ട്. ദൈവത്തിൻ്റെ ചാരന്മാരുടെ അതേ ഒരു പാറ്റേൺ ആണ് ഈ ബുക്കും ഫോളോ ചെയ്തത്. ആദ്യം ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോട്ട് കൊടുക്കും. അതിനുശേഷം ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുള്ള കാര്യം പൂർണ്ണമായി മനസ്സിലാണെങ്കിൽ ആ ചാപ്റ്റർ മുഴുവനായിട്ട് ഇരുന്ന് വായിക്കണം. ഇതിൽ ഓരോ ചാപ്റ്ററിൻ്റെ നെയിം പോലും ഭയങ്കര ക്രിയേറ്റീവാണ്.
ബരീഡ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ ചില ചാപ്റ്റർ നെയിംസൊക്കെ ഫേമസ് ബുക്കുകളൊക്കെ ഓർമ്മപ്പെടുത്തും. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അതുപോലെ ഖാലിദ് ഹുസൈനിയുടെ ബുക്കുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ് ചില ചാപ്റ്റർ നെയിംസ്. ദൈവത്തിൻ്റെ ചരന്മാരിൽ കുറച്ചും കൂടി തോട്ട്സ് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതിലും തോട്ട്സൊക്കെ ഉണ്ട്, പക്ഷേ താരതമ്യേന തോട്ട്സ് കുറവാണ്. ദൈവത്തിൻ്റെ ചരന്മാരിൽ ഒരു ചാപ്റ്ററൊക്കെ സ്വന്തം കാഴ്ചപ്പാടുകൾ മാത്രം പറയാൻ വേണ്ടി ജോസഫ് ഏട്ടൻ ഒരു ചാപ്റ്ററൊക്കെ മാറ്റി വെച്ചിരുന്നു. മാത്രമല്ല ജോസഫ് ഏട്ടൻ്റെ എക്സ്പീരിയൻസിന് പുറമെ മറ്റാളുകളുടെ എക്സ്പീരിയൻസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അവരുമായിട്ട് എങ്ങനെയാണ് ജോസഫ് ഏട്ടൻ പരിചയം എന്നൊന്നും ഇതിൽ വ്യക്തമാക്കുന്നില്ല. സിമ്പിൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ബുക്കാണ്. ഇംഗ്ലീഷ് ബുക്ക് വായന തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബുക്കാണ് ബരീഡ് തോട്ട്സ്. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോറീസ് ഉണ്ടല്ലോ, അത് ഈ ബുക്കിൽ നിന്ന് എടുത്തതാണ്. സ്പോയിലൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ ഞാൻ തരുന്നുള്ളൂ. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനി വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കണ്ടതിന് നന്ദി. ദൈവത്തിൻ്റെ ചാരുമായുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കൂ.